തൂക്കി മക്കളെ 72ാമത് നാഷണൽ അവാർഡ് കൊടുമൺ പോട്രി തൂക്കി. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കൊടുമൺ പോട്രിയേക്കാൾ മേലെ ഏത് നടനാണ് അഭിനയിക്കുക ഇന്ത്യയില്? ഒരു നടനുമില്ല, കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ശരിക്കും നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് മമ്മൂട്ടിക്ക് ഔദ്യോഗികമായിട്ട് 4ാമത് ദേശീയ അവാർഡാണ്. ഇന്നത്തെ അവാർഡ് കൂടി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 4ാമത് ദേശീയ അവാർഡാണ്. പക്ഷെ യഥാർത്ഥത്തില് ഒരു 10ഓളം അവാർഡ് പ്ലസ് 6 അവാർഡുകൾ മമ്മൂട്ടിക്ക് മിസ്സാക്കിയതാണ്. അതായത് ആ സമയത്തുള്ള ജൂറി അംഗങ്ങളുടെ പിടിപ്പുകേടുകള്, അല്ലെങ്കിൽ അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നങ്ങളെ, അതെല്ലാം കൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് ഒരു 6 ദേശീയ അവാർഡുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഭൂതക്കണ്ണാടി പറഞ്ഞ മൂവിയില് പാലേരി മാണിക്യം, അതുപോലെ തന്നെ കാതൽ ദ കോറ്, നൻപകൽ നേരത്ത് മയക്കം, ഇഷ്ടംപോലെ ഫിലിം, ഏകദേശം ഒരു 10ഓളം ദേശീയ അവാർഡ് കിട്ടുന്ന നടനായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോ നാഷണൽ അവാർഡില് മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ 4 അവാർഡ് ഉണ്ടായിരുന്ന അമിതാഭ് ബച്ചനോടൊപ്പം തന്നെ മമ്മൂട്ടി എത്തിച്ചേർന്നു. കൊടുമൺ പോട്രി എന്ന് പറയുന്ന കഥാപാത്രം ഇന്ത്യയില് ഇന്ന് ജീവനോടെ ഇരിക്കുന്ന ഒരു നടനും ചെയ്യാൻ കഴിയില്ല, മമ്മൂട്ടി അല്ലാതെ. ഇതിന് കൊടുത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതിലാ കൊടുക്കുക? ശരിക്കും കൊടുമൺ പോട്രി എന്ന് പറയുന്ന കഥാപാത്രം തൂക്കി എന്ന് പറയാം. അതായത് 17ാം നൂറ്റാണ്ടിലെ അന്ധവിശ്വാസങ്ങളും ജാതി വ്യവസ്ഥയും ദുർമന്ത്രവാദവും എല്ലാവരും ചേർന്നുള്ള ഒരു ഹൊറർ ഫാന്റസി ചിത്രമാണ് 2024 രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഭ്രമയുഗം എന്ന ഫിലിം. ശരിക്കും ആ പടത്തിലെ ആ ഭ്രമയുഗം എന്ന് പറയുമ്പോൾ തന്നെ ഭ്രമിപ്പിച്ചു മമ്മൂട്ടി എന്ന് പറയുന്നത്. ഒരു ഡാർക്ക് ഹൊറർ ചിത്രമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റില് അല്ലെ. ശരിക്കും ആ മൂവി കണ്ടവർക്ക് അറിയാം. ശരിക്കും നമുക്ക് റയറായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഹോളിവുഡിലൊക്കെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഹോളിവുഡില് ഭ്രമയുഗം എന്ന മൂവി. അത് കാണാത്തവർക്ക് ഇനിയും അത് തിയേറ്ററിൽ പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾക്ക് അതൊരു വൻ നഷ്ടം തന്നെയാണ്. ഓക്കെ, ഭ്രമയുഗം എന്ന് പറയുന്ന ആ മൂവി എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഹൊറർ ചിത്രം, അതും നമ്മുടെ ആധുനിക കാലഘട്ടത്തില്. അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ പകർന്നാട്ടം, കൊടുമൺ പോട്രിയായിട്ട് അദ്ദേഹം നടത്തിയ ആ ഒരു പരകായ പ്രവേശം എന്ന് പറയുന്നത് ഒരു വാക്കിനും മലയാളത്തിലെ ഒരു വാക്കിനും, അല്ല ഇംഗ്ലീഷിലാണെങ്കിൽ ശരി, ഒരു ഡിക്ഷണറി വാക്കിനും അതിനെ കിടപിടിക്കാവുന്ന ഒരു വാക്കില്ല. കൊടുമൺ പോട്രി എന്ന് പറയുന്ന ആ കഥാപാത്രം അത്രയ്ക്ക് അത് അതിശയിപ്പിച്ചു മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ആ ഒരു അഭിനയ വൈഭവം എന്ന് പറയുന്നത്. അതിന്മേലെ ഇനി ഇല്ല. ശരിക്കും ഇതിന് നാഷണൽ അവാർഡ് കൊടുക്കാതെ ഇനി ഏത് സിനിമയ്ക്ക് കൊടുക്കുക? വേറെ നിവൃത്തി ഇല്ലാണ്ട് കൊടുത്തതാണ്. പരമാവധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിയിട്ടുണ്ടാവും. മമ്മൂട്ടിയുടെ കൂടെ എന്താ പറയാ, ഭൂതക്കണ്ണടിയിലും അല്ലെങ്കിൽ പാലേരി മാണിക്യത്തിന്റെ സമയത്തും നൻപകൽ നേരത്തെ മയക്കും, പേരൻപ് പറഞ്ഞ സിനിമയുടെ സമയത്തും കാതൽ കോറിന്റെ സമയത്തൊക്കെ അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണ്? അജയ് ദേവ്ഗനും അമിതാഭ് ബച്ചനും മിഥുൻ ചക്രവർത്തിയും ഒക്കെയാണ്. ആലോചിച്ച് നോക്ക്. നമ്മുടെ തിലകൻ ദേശീയ അവാർഡ് 90-ല് തിലകനും അമിതാഭ് ബച്ചനോട് മത്സരിച്ച സമയത്ത് അമിതാഭ് ബച്ചനാണ് ദേശീയ അവാർഡ് കിട്ടിയത്. തിലകനെ കിട്ടിയില്ല. അപ്പൊ തിലകൻ പറഞ്ഞൊരു വേർഡുണ്ട്, അതായത് ഒരു ടെറസിൽ നിന്ന് വേറൊരു ടെറസിലേക്ക് ചാടിയ അതിനാണ് അമിതാഭ് ബച്ചന് അവാർഡ് കൊടുത്തത്. ശരിയല്ലേ? തിലകൻ ഉള്ളത് ഓപ്പണായി പറയും. മമ്മൂട്ടിനെ പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ എത്ര ദേശീയ അവാർഡ് മിസ്സായാലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നു. അമരം എന്ന സിനിമയില് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡിനെ പരിഗണിച്ച സമയത്ത് ഇതുവരെ കേൾക്കാത്ത ഒരു ഡയലോഗാണ് അന്നത്തെ ജൂറി അംഗങ്ങൾ പറഞ്ഞത്. അതായത് മമ്മൂട്ടിക്ക് ഒരു അരയന്റെ ലുക്ക് ഇല്ലാത്ര. ഇതുപോലുള്ള ജൂറി അംഗങ്ങളെ എവിടെയും കണ്ടിട്ടില്ല. അതെല്ലാം കൂടി ചേർത്തെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ 4+6 10 ദേശീയ അവാർഡ് വാങ്ങേണ്ട നടനായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ കൊടുമൺ പോട്രി തൂക്കി എന്ന് തന്നെ പറയാം. ഓക്കെ, അതിലെ കഥാസാരം എന്ന് പറയുന്നത് അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന തേവൻ എന്ന ഒരു പാണ യുവാവ്, അദ്ദേഹം യാദൃശ്ചികമായി ഒരു മനയിൽ എത്തിച്ചേരുന്നു. ആ മനയിലുള്ളത് കൊടുമൺ പോട്രിയും അദ്ദേഹത്തിന്റെ ഒരു പാചകക്കാരനും മാത്രമാണ്. പിന്നെ അവിടെ പാചകക്കാരനെ അഭിനയിക്കുന്നത്
സിദ്ധാർത്ഥ് ഭരതനാണ്. കൊടുമൺ പോട്രിയായിട്ട് നമ്മുടെ മമ്മൂട്ടി. അപ്പൊ അവിടെ നടക്കുന്ന അസാധാരണമായ സംഭവ വികാസങ്ങളും ഒരു ഹൊറർ ടച്ചും ഒരു പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളും മറ്റുമാണ് ആ ചിത്രം ഡീൽ ചെയ്യുന്നത്. സിനിമയിൽ അനുഭവപ്പെടാത്ത ഒരു ഡാർക്ക് ഹൊറർ ഫാന്റസി അനുഭവമാണ് ആ ഒരു ചിത്രം നമുക്ക് സമ്മാനിച്ചത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ആ മൂവി തിയേറ്ററിൽ നിന്ന് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീരാ നഷ്ടമാണ്. ആ ഒരു ആ ഫാന്റസി, ആ ഒരു ലോകം, ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ശരിക്കും തിയേറ്ററിൽ നിന്ന് തന്നെ അനുഭവം യോഗ്യമാക്കേണ്ടതായിരുന്നു. ഓക്കെ, അതൊന്നും ഒരിക്കലും നമ്മളെ ഈ ചെറിയ എന്താ പറയാ TV-യിൽ കാണുന്നതോ അല്ലെങ്കിൽ OTT-യിൽ കാണുന്നതിലൊന്നും അതിലൊന്നും യാതൊരുവിധ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മൂവിയായിരുന്നു ആ പടം തിയേറ്ററിൽ നിന്ന് കണ്ട് അനുഭവിച്ച ആളുകൾക്ക് അറിയാം. അതിൽ മമ്മൂട്ടി എന്ന അതുല്യ നടൻ എന്ന് പറയുന്നത് ഒരിക്കലും മമ്മൂട്ടി എന്ന നടനെ നമുക്ക് കാണുകയില്ല. മമ്മൂട്ടിയുടെ ഏതൊരു മൂവിയിലും മമ്മൂട്ടി എന്ന നടനെ നമുക്ക് അതിൽ കാണാൻ കഴിയില്ല. അതിൽ ഏത് കഥാപാത്രമാണോ ഉള്ളത് ആ കഥാപാത്രമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഓക്കെ, അതിൽ കൊടുമൺ പോട്രിയായിട്ട് മമ്മൂട്ടി ശരിക്കും പകർന്നാടി എന്ന് തന്നെ പറയാം. ഇതിന് ദേശീയ അവാർഡ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഏത് പടത്തിനാണ് ദേശീയ അവാർഡ് കൊടുക്കുക? അപ്പോ മമ്മൂട്ടിക്ക് 72ാമത് ദേശീയ അവാർഡ് നേടി. അപ്പോൾ ഇനി അടുത്തത് പഠിക്കാനുണ്ടാവും. ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് നേടിയ മലയാള നടൻ അല്ലെ ഇന്ത്യയിലെ നടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയും അമിതാഭ് ബച്ചനും. ഓക്കെ, അതില് മമ്മൂട്ടി മലയാളത്തിലെ 4 ദേശീയ അവാർഡുകൾ നേടിയ ഏക നടനായി മാറുകയും ചെയ്തു. അപ്പോൾ ദേശീയ അവാർഡ് നേടിയ മമ്മൂട്ടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേ. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.